Karthikയുടെ ഫസ്റ്റ് എലിമിനേഷൻ അല്ലേ? Yeah, sure. സുധീഷിനെ കുറിച്ച് ഞാൻ എന്താ പറയാ, കാർത്തിക് സുധീഷിനെ കണ്ടപ്പോ തന്നെ പറഞ്ഞു ഇയാൾ ഡാൻസ് ചെയ്യുമെന്ന്. നേരത്തെ സുധീഷിന്റെ പെർഫോമൻസ് ആയി ഇന്നലത്തെ കണ്ടു അല്ലെ? കുപ്പി കണ്ടു. അപ്പൊ കണ്ടപ്പോ തന്നെ ഭയങ്കര ഡാൻസർ ആണല്ലോ എന്ന്. അപ്പൊ ഞാൻ പറയായിരുന്നു ഞങ്ങളുടെ മൈക്കിൾ ജാക്സൺ ആണ്, വളരെ ടാലന്റഡ് ആയ ഒരു പെർഫോമർ ആണ്, ഞങ്ങൾക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. പക്ഷെ പാട്ടിൽ വരുമ്പോ ഒരു നാച്ചുറൽ സിംഗർ ആണ്, എന്നാൽ പോലും ഐ തിങ്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ? സുധീഷ് പറയൂ. സുധീഷ് 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അതിന് അതായത് നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല, ജോലിക്ക് പോകേണ്ടി വന്നു. 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വർക്കിനൊക്കെ പോയി തുടങ്ങിയത്. അപ്പൊ പിന്നെ കൈവിട്ട് പോയി ഫുള്ളി പോയല്ലേ. പിന്നെ കുറച്ചൊരു 3-4 വർഷമായിട്ട് ഞാൻ ഗാനമേള ഫീൽഡിലേക്ക് വന്നു. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ശരിക്കും എനിക്ക് പാട്ടിലേക്ക് വീണ്ടും വരാൻ പറ്റിയത്. അതിനിടയ്ക്ക് ഡാൻസിലേക്ക് പോയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഗുണം എനിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വളരെ നന്ദിയുള്ള എന്റെ മാസ്റ്റർ രാകേഷ് ചാലക്കുടി. ഒരിക്കലും മറക്കില്ല. സുധീഷ് 248 അല്ലേ? 6ാം സ്ഥാനം മാർക്സ് വെച്ച് നോക്കുമ്പോ. SMS എന്തോന്നു? SMS എല്ലാവരും പറയാറുണ്ട്. പറഞ്ഞ കൂട്ടുകാരന്മാര് എല്ലാവരും വളരെ ഹെൽപ്പാണ്. ഞാൻ അവിടെ വന്നതിന് ശേഷം അതിന് SMS കുറവുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു SMS കുറവായിരുന്നോ? കഴിഞ്ഞ തവണ കുറവായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം എന്താ തോന്നുന്നു? എല്ലാ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ടോ? അറിയില്ല. അല്ല പിന്നെ നല്ല ഐ തിങ്ക് 150th എപ്പിസോഡിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് സുധീഷിന്റെ മൈക്കിൾ ജാക്സൺ ആ ഡാൻസ് പെർഫോമൻസ് വാസ് സ്റ്റുപെൻഡസ്. ഇറ്റ് വാസ് അമേസിംഗ്. You know you want me. അൺഫോർച്യുനേറ്റ്ലി ഈ ഷോന്റെ ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. എത്ര ഇവരിരുന്ന് എൻജോയ് ചെയ്താലും, എത്ര മാർക്സ് തന്നാലും, പെർഫോമൻസിന് 10ൽ 10 തന്നാലും, പാട്ട് വരുമ്പോ അവര് ദേ ആർ വെരി ഓണസ്റ്റ് ടു ഇറ്റ്. സോ ഇപ്പോ അതിന്റെ ഒരു ക്രക്സിൽ കിടക്കാണ്. സുധീഷിന് എന്ത് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന? കുഴപ്പമില്ല, കാരണം നമ്മൾ ഇത്ര വരെ എത്താൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഇപ്പൊ പോയ ശ്രീലക്ഷ്മി ജോത്സന അവരൊരിക്കലും പറഞ്ഞു. Don't worry, it's okay. ഇത് കോമ്പറ്റീഷൻ ലൈഫിലെ ഒരു ഭാഗമാണ്. എത്രയോ ലൈഫിൽ കോമ്പറ്റീഷൻസ് ഉണ്ട് നമുക്കല്ലേ. അതിനെക്കാട്ടും ഒത്തിരി സുഖമാണ് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ്. യു ആർ എ ഗ്രേറ്റ് സിംഗർ, ഓക്കെ? ആൻഡ് ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും ഡോണ്ട് വറി, ഓക്കെ? ലൈഫിൽ നടക്കുന്ന എല്ലാം നല്ലതിനാണ്, ഓക്കെ? റിയലൈസ് ദാറ്റ് ആൻഡ് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഗ്രാബ് ചെയ്യുക, ഓക്കെ? റിസൾട്ട് വരാം. രഞ്ജിനി അഗെയിൻ ഞാൻ പറയുന്നു, എനിക്ക് ഈ എപ്പിസോഡ് വേണ്ടായിരുന്നു. Anyway, സുധീഷ് എന്നാണ് സുധീഷ് 8th സ്റ്റേജിലേക്ക് സുധീഷ് ഈസ് ഇൻ. ആൻഡ് അതിന്റെ കാരണം ഞാൻ പറയാം. 7th സ്റ്റേജിലെ ഏറ്റവും ഹയസ്റ്റ് SMS ലഭിച്ചതും സുധീഷിനാണ്. സോ തീർച്ചയായിട്ടും പ്രേക്ഷകരാണ് സുധീഷിനെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആൻഡ് അതിനുവേണ്ടി യു ഹാവ് ടു സേ താങ്ക് യു. താങ്ക് യു എല്ലാവർക്കും. എന്നെ സംസാരിച്ച് ഇത്ര വരെ എത്തിച്ചു. എനിക്കറിയാം ഒത്തിരി ഇമോഷണൽ ആവാണ്ട്, സാരില്ല. അപ്പൊ സുധീഷ് വി ആർ വെരി ഹാപ്പി ഫോർ യു. പാട്ട് ഞാൻ പരമാവധി നോക്കണ്ടേ എന്തായാലും. എനിക്കറിയാം വളരെ കോൺസെൻട്രേറ്റഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നറിയാം. എന്നാൽ പോലും കോമ്പറ്റീഷന് നമ്മൾ ഇൻഡിവിജ്വലി മുന്നോട്ട് പോകാൻ നോക്കണം. ചാലഞ്ചസ് ഒക്കെ ഉണ്ട്, വളരെ ടഫ് കോമ്പറ്റീറ്റേഴ്സ് ആണ് അപ്പുറത്തും ഇപ്പുറത്തുള്ളത്. പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടി വി ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, വെരി ഹാപ്പി ഫോർ യു. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഗോ. കൺഗ്രാറ്റുലേഷൻസ്. Sabi jasa ya ni, sabi jasa ya ni.